490 നമുക്ക് ഫൈനൽ കൊടുക്കാം. 490 ഫുൾ ഓൺ തന്നെ കയറി ലോൺ ചെയ്യാം. 16 മോഡൽ ഡീസലില് സ്വിഫ്റ്റ് നമുക്ക് ഒരു ഓൾട്ടോണിങ്ങാണ്ടി കുറഞ്ഞ പ്രൈസിൽ കൊണ്ടാൻ പറ്റില്ല. അത് 5 വീഡിയോ ഓപ്ഷൻ ചെറിയ പൈസക്ക് വേണ്ടി നല്ല മെക്കാനിക്കലി കാര്യങ്ങൾ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. ചെറിയ ബഡ്ജറ്റില് നല്ല ഡീസൽ വാഹനങ്ങള്, ചെറിയ ചെറിയ ഓൾട്ടോ, സെന്ന്, അതേപോലെ തന്നെ നമുക്ക് i20 റിഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഇതാണ് നമ്മൾ വീണ്ടും ഒരു അടിപൊളി പാർട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതാണ് ചെറിയ ബഡ്ജറ്റിലുള്ള സ്വിഫ്റ്റ് ഉണ്ട്, റിഡ്സ് ഉണ്ട്, നാനോ ഉണ്ട്, വാഗ്നറുകൾ, ഇനോവ, ലിവകളുടെ നല്ലൊരു കളക്ഷന്, അങ്ങനെ എല്ലാ പാർട്ടും ഉൾപ്പെടുത്തിയുള്ള റിയൽ ചോയ്സിന്റെ പുതിയൊരു യാർഡ് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് നമ്മൾ പിന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളൊരു ബഡ്ജറ്റ് കാറുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഫസ്റ്റിലെ ആരെങ്കിലും റിയൽ ചോയ്സിന്റെ പുതിയ യാർഡിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അശോക അപ്പൊ പുതിയ ആടൊക്കെ വന്നു, അത്യാവശ്യം നല്ല വിസ്താരത്തിൽ, അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ഫാമിലി കാർസ് ഒക്കെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അർഷാക്ക് ഈ റിയൽ ചോയ്സിന്റെ പുതിയൊരു ലൊക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് നേരെ കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണ്, ബൈപ്പാസ് ആണ്. കാവുങ്ങല് ടു മുണ്ടറമ്പിന്റെ ഇടയിലാണ്. മലപ്പുറം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ, 1.5-2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ലീവകള്, ഡീസൽ വാഹനങ്ങൾ, 7 സീറ്ററുകളൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു പാർട്ട് തന്നെ. ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാവരും ജനപ്രിയ വാഹനം എല്ലാവരും അന്വേഷിക്കുന്നതാണ് നമ്മൾ ആദ്യകാല ഓൾട്ടോ. നല്ല മെക്കാനിക്കൽ വണ്ടി, നല്ല മെക്കാനിക്കലി കാര്യങ്ങൾ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു അർഷാക്ക മോഡൽ? ഇത് 2010 ആണ് മോഡൽ. 2010 LXI ഓപ്ഷൻ. LXI ആണ് അതിന്റെ ഫുൾ ലോഡ് എന്ന് പറയാം. അന്ന് പിന്നെ ഇതിന് VXI ഒന്നുമില്ല. ചില ആളുകൾ ഇന്നലെ അൾട്ടോന് ഫുൾ ലോഡ് പറഞ്ഞിട്ടേ കമന്റ് അടിച്ചേക്കണു. പക്ഷെ സംഗതി ഓൾട്ടോയിൽ അന്ന് LXI ആയിരുന്നു ഫുൾ വണ്ടി. AC പോസ്റ്റാറിങ് ചിലതിൽ നമുക്ക് 2 പവർ വിൻഡോ വരും. VXI വരുന്നുണ്ട്. പഴയ മോഡൽ ഇറങ്ങിക്കോ ഇല്ല, ഒരു ഓപ്ഷണൽ ആയിരുന്നു. പക്ഷെ LXI എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അന്ന് സ്വിഫ്റ്റിനും റിഡ്സിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമുക്ക് 2010 മോഡല്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ 78,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് 2ാമത്തെ 3ാമത്തെ. നമുക്ക് മൈലേജ് 16-17 കിട്ടൂല? 16-17 കിട്ടും എന്തായാലും. പിന്നെ ബോഡി ഇതിന്റെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ബോഡി, നല്ല ഷേപ്പ് ഉള്ള വണ്ടിയാണ്. നല്ല ഷേപ്പിലാണ്. സാധാരണ അങ്ങനെയൊന്നും പോയിട്ടില്ല. സൂപ്പർ എഞ്ചിനാണ്, നല്ല അടിപൊളി എഞ്ചിന്. ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വരലുണ്ട്. അങ്ങനത്തെ കേസ് ഒന്നും വന്നിട്ടില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ? ഇത് 1.25 രൂപ ചോദിക്കുന്നുണ്ട്. 1.25 ലോൺ സൗകര്യം നമുക്ക് ചെയ്യാം. ലോൺ നമുക്ക് സെർട്ട് ഫിനാൻസ് ആണെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ചെറിയ പൈസ കയറ്റി കൊടുക്കാം. 70 രൂപ 80 രൂപ കയറ്റി കൊടുക്കാം. അടുത്താണ് ഒരു സാൻഡ്രോ കേൾട്ടൺ തന്നെ രജിസ്ട്രേഷൻ വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2010 ആണിത്. 10 എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓൺഷിപ്പ് 2ാമത്തെ 3ാമത്തെ ഇത് നോക്കി നിങ്ങൾ അപ്പൊ നോക്കിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 പവറിന്റെ കാര്യങ്ങള് അത്യാവശ്യം നമ്മളെ ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. സിംഗ് ആണിത്. പവറിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം വരുന്നുണ്ട് അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഇതേമാതിരി 1.25 രൂപ കിട്ടിയാലേ 1.25 നമുക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഏകദേശം 1ന്റെ ഒക്കെ താഴെ ലോട്ടുള്ളൂ. 1ന്റെ ലെവൽ തന്നെ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ നല്ല എഞ്ചിന്. അടുത്താണ് നമുക്ക് ഓൾട്ടോ 800 അല്ലെ? KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. 1920 നല്ല നമ്പർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. LXI ആണ് വരുന്നില്ല. AC പോസ്റ്റിയറിംഗ് 2 പവർ വിൻഡോ, അത്യാവശ്യം ടയർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇന്റീരിയർ നോക്കുകയാണ്, നല്ല നീറ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ പക്ക വണ്ടി ലോങ്ങിലൊക്കെ ഒരു 18-20 മൈലേജ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 ആണ് മോഡൽ. 2012 ഓപ്ഷൻ വരുന്നത്. ഓൺഷിപ്പ് കാര്യങ്ങൾ? ഓൺഷിപ്പ് 2ാമത്തെ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓട്ടോ എത്രയായിരുന്നു? ഇത് 80-83 എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1.25 രൂപ കിട്ടിയാലേ ഫൈനലായിട്ട് കൊടുക്കാം. ലോണ് നമുക്ക് ഒരു 1.5 രൂപ അടുത്ത് 1.40 ലോൺ ചെയ്ത് ചെറിയ പൈസക്ക് വേണ്ടി 35-40 രൂപ. അടുത്ത സ്വിഫ്റ്റ് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2007 ആണ് മോഡൽ. പുതിയ പേപ്പർ എടുത്താണ്ട്. പുതിയ പേപ്പർ 5 പുതിയ പേപ്പറിലാണ്. ഇതെങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഒക്കെ? എങ്ങനെയായിരുന്നു ഇത്? ഓൺഷിപ്പ് 3 അയക്കണം. ഓക്കെ, ഇത് ഡീസൽ അതോ പെട്രോളാ? ഇത് ഡീസൽ. വീഡിയോ ഓപ്ഷൻ ഡീസൽ വണ്ടി. നമ്മൾ ആ പഴയ സ്വിഫ്റ്റിന് ഒരു ബോഡി വെയിറ്റ് ആണ് അല്ലെ പ്രധാനം? നല്ല ബോഡി വെയിറ്റ് ഉണ്ട്. ഡീസൽ വണ്ടി വീഡിയോ ഇല്ല, കാണാൻ നല്ല ബോഡി ഉള്ള വണ്ടിയാണ് അല്ലെ? എത്ര നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 1.60 ചോദിക്കണം. ചെറിയ മാറ്റം വരുത്തി പെട്ടെന്ന് കൊടുക്കാം. ഡീസലില് സ്വിഫ്റ്റ് നമുക്കൊരു ഓൾട്ടോണിങ്ങാണ്ടി കുറഞ്ഞ പ്രൈസിൽ കൊണ്ടാൻ പറ്റില്ല. അത് 5 വീഡിയോ ഓപ്ഷൻ അല്ലേ? അതാണ് നമ്മളെ ഡാറ്റ്സന്റെ റെഡിഗോ 5 സീറ്റർ ആണ്. KL 55 രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡൽ. 2014 അത്യാവശ്യം മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വണ്ടിയാണ്. പണിയൊന്നുമില്ല, നല്ല മൈലേജും കിട്ടൂല.
ഇത് പെട്രോൾ അല്ല വണ്ടി ഇത് പെട്രോൾ മാത്രമേ വന്നിട്ടുള്ളൂ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളല്ലാണ്ട് റിയറിലും നല്ല അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ എത്രയായിരുന്നു ഓട്ടം എങ്ങനെയായിരുന്നു ഇത് ഓട്ടം 73 എത്ര ചോദ്യം നമുക്കൊരു 1.60 കൊടുക്കാം 1.60 നമുക്ക് കൊടുക്കാം അല്ലെ ഇതാണ് വീണ്ടും നമുക്കൊരു ഓൾട്ടോ വരുന്നുണ്ട് പഴയ മോഡൽ തന്നെയാണ് വൈറ്റ് ഇല്ലേ ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം 2010 മോഡലാണ് 2010 മോഡൽ അല്ലേ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് 1 സംതിങ് ഓടിയിട്ടുണ്ട് 1 സംതിങ് ഓ ഇതിന് 4 പവർ വിൻഡോ ഒക്കെ LCD കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വണ്ടി അല്ലേ ഇത് എങ്ങനെയായിരുന്നു ചോദ്യം ഇത് നമുക്കൊരു 1.25 ചോദിക്കില്ല ചെറിയ മാറ്റം വരുത്തിട്ട് കമ്മി കൊടുക്കാൻ പറ്റില്ല 10 അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അടുത്ത നമുക്ക് ലാസ്റ്റ് പാർട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് എ സ്റ്റാർ ഉണ്ടായിരുന്നു ഇത് ഓട്ടോമാറ്റിക് ആണോ ഇത് മാനുവൽ ആണ് അല്ലെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എ സ്റ്റാർ ഒരു അടിപൊളി വണ്ടി ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു ഇത് മാനുവൽ ഇനി വേണ്ടവർക്ക് എ സ്റ്റാർ മാനുവൽ ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ ഇത് 2010 മോഡൽ 2010 മോഡൽ LXI ഓപ്ഷൻ നല്ല പക്ക വണ്ടി കേട്ടോ വണ്ടി AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ അല്ലേ VXI പവർ വിൻഡോസ് ഒക്കെ വരുന്നില്ല ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല എഞ്ചിന് മെക്കാനിക്കലൊക്കെ പിന്നെ പെട്രോൾ മാത്രമേ ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടുള്ളൂ എത്ര ചോദ്യം നമ്മുടെ ഇത് നമുക്കൊരു 1.30 കിട്ടിയാലേ 1.30 ഫൈനൽ കൊടുക്കാം അല്ലെ ഇതാണ് ഞാൻ ഒരു കളർ ചേഞ്ച് അല്ലേ SKL24 2009 ആണ് VXI അല്ലേ ഇത് ഫുൾ ലോഡ് ഇത് നമുക്ക് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ കിലോമീറ്റർ വരുന്നത് 80-82 അങ്ങനെ എഞ്ചിന് മെക്കാനിക്കൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല എത്ര നമ്മളെ ചോദ്യം ഇത് നമുക്കൊരു 1.25 റുപ്യ ഇതും കൊടുക്കാം 1.25 റുപ്യ നമുക്ക് ഇതും കൊടുക്കാം ഇത് നമുക്ക് സേർട്ട് ഒക്കെ ഒരു 70-80 ഒക്കെ ചെയ്യാം അടുത്തോണ്ട് ഒരു ഇയോൺ അല്ലെ ഗ്രേ കളറിൽ കിള്ളം വണ്ടി KL46 രജിസ്ട്രേഷൻ ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം ഇത് 2016 ആണ് വണ്ടി 2016 അല്ലേ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ അല്ലേ ഇറ പ്ലസ് AC പവർ സ്റ്റിയറിംഗ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ പവർ വിൻഡോ ഉണ്ടാവും പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അത്യാവശ്യം ടയറും ഉണ്ട് ഇന്റീരിയർ നല്ല വൃത്തിയാണ് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര നമ്മളെ ചോദ്യം ഇത് നമുക്ക് 2.30 കൊടുക്കാം 2.30 അല്ലേ ലോൺ ഏകദേശം എത്ര ഇത് മാക്സിമം ഫുൾ ലോൺ തന്നെ ലോണും മോഡൽ അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് വണ്ടി കൊടുക്കാം അടുത്തോളം വീണ്ടും നമുക്ക് ഇന്നോവ ലാസ്റ്റ് പാർട്ട് നമ്മൾ കിഡിലെ ഇന്നോവ പരിചയപ്പെട്ടിരുന്നു ഇത് കേൾട്ടം BJ റീവണ്ടി ആണ് അല്ലേ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ ഇത് 2009 ആണ് ബി ഓപ്ഷൻ വരുന്ന കേട്ടോ അന്നത്തെ ഫുൾ ലോഡ് വണ്ടി നല്ല മെക്കാനിക്കൽ വണ്ടി സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട് എങ്ങനെയായിരുന്നു 4 പുത്തൻ ടയർ കേട്ടോ ഇത് പുത്തൻ നമ്മള് 4 ടയറും അലോയ്സ് കാര്യങ്ങള് റിയറിൽ വൈപ്പർ എല്ലാം വരുന്ന അന്നത്തെ ഫുൾ ലോഡ് വണ്ടി എത്ര ടൈപ്പ് 4 ആക്കിയിട്ടില്ല ഇതിന്റെ ബോഡി വൃത്തി കൊണ്ട് ടൈപ്പ് 4 ആക്കാതിരുന്നാണ് നല്ല വൃത്തിയില്ല നല്ല സ്കേട്ടിങ് കാരണം അത്യാവശ്യം എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട് ഒരു ടൈപ്പ് 4 കൂടി 10-30 കൺവേർട്ട് ചടപ്പായതുകൊണ്ടാണ് ഞാൻ മാറ്റായിരുന്നത് നമുക്ക് ഈ ബോഡി ഇത്രയും വൃത്തിയുള്ള ബോഡി കിട്ടിയോണ്ടേ അതിന് ആളുകൾ ഈ ക്വാളിറ്റി കാണട്ടെ എത്ര ചോദ്യം ഇത് നമുക്കൊരു 4.90 നമുക്ക് ഫൈനൽ കൊടുക്കാം 4.90 നല്ലൊരു ബെസ്റ്റ് പ്രൈസ് നല്ല ഈ ഓപ്ഷൻ ആണ് G4 അല്ല ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി ഇഷ്ടംപോലെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തത് അപ്പൊ ചെറിയൊരു മയക്കുള്ള ഒരു സാധ്യത ഈ ചൂടുകാലത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ അർഷാക്കാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ റിയൽ ചോയ്സിലെ പുതിയൊരു യാർഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നല്ല കളക്ഷൻസ് മാക്സിമം നമുക്ക് ചെറിയ റേഞ്ചിലുള്ള അടിപൊളി വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് 10-15 വണ്ടിക്ക് ഇപ്പൊ തന്നെ കയറാനുണ്ട് അപ്പൊ നമ്മൾ നമ്പർ കാര്യങ്ങൾക്കും വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് അർഷദ് സൈനിങ് ഓഫ്.